ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതിനൂതന റോബോട്ടിന് രൂപം നൽകി 9ാം ക്ലാസ്സുകാരൻ. വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ശരൺലാലാണ് റോബോട്ട് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത റോബോട്ട് സോളാറിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനം ശ്രീനാരായണ സ്കൂളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. About artificial intelligence. Artificial intelligence, AI, refers to the development of computer systems that can perform tasks that typically require human intelligence, such as learning, problem-solving, decision-making, and perception. AI systems can analyze data, recognize patterns, and make predictions or decisions without human intervention. വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ റോബോട്ടിക്സിൻ്റെ പുറത്തു നിന്ന് ഒരു വലിയ ഫാക്കൽറ്റിയെ കൊണ്ടുവന്ന് റോബോട്ടിക്സിൻ്റെ സാധ്യതകൾ കുട്ടികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി തുടങ്ങിയത്. അതിൻ്റെയൊക്കെ ഒരു മോട്ടിവേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശരൺലാൽ എന്ന വിദ്യാർത്ഥി നമ്മുടെ AI സാധ്യതകളും അതുപോലെ തന്നെ റോബോട്ടിക്സും കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു പുതിയ ഇൻ്റലിജൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠനം നടത്തുകയും പല ആളുകളുമായി അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഒരു പുതിയ റോബോട്ടിക് സിസ്റ്റം അവൻ ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ചെറിയ പ്രായത്തിലുള്ള കുട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ഒരു സാങ്കേതിക മികവ് ഇതിന് അവകാശപ്പെടുന്നില്ലെങ്കിലും 9ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയുടെ കൈകളിൽ നിന്നും അതുപോലെ തന്നെ അവൻ്റെ തലച്ചോറിൽ നിന്നും ഉണ്ടായ ഒരു വലിയ ഒരു സംഭവം തന്നെയാണ് ഇത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷമാണ്. തുടക്കത്തിൽ തന്നെ ശരൺലാൽ ഇങ്ങനത്തെ ചെറിയ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് AI എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ ട്രെൻഡായിട്ട് നിൽക്കുന്ന സാധനമാണ്. ഇപ്പോൾ നമുക്കറിയാം സോഫിയയിലൊക്കെയാണ് നമ്മളിത് കേട്ട് വന്നത്. ഇപ്പോൾ നമ്മളുടെ സ്കൂളിലൊരു കുട്ടി അവൻ്റെ ലിമിറ്റഡ് ഇത് വെച്ചിട്ട് ചെയ്യാമെന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പം ശരൺ പറഞ്ഞിട്ടുള്ള ഒരു അറിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇമോഷൻസ് വരെ റീഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ അവനെ ഈ പറഞ്ഞതുപോലെ അവൻ്റെ സാഹചര്യങ്ങൾ ഒത്തു വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ കിട്ടുകയാണെങ്കിൽ ആൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് പറ്റും എന്നുള്ളതാണ്. ഞങ്ങളുടെ ഒരു അഭിമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വടകര മേഖലയിൽ ഞങ്ങളുടെ സ്കൂളിലൊരു കുട്ടിക്കാണ് ഇതുപോലെ ആദ്യം തന്നെ ഒന്ന് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഞാൻ ശരൺലാൽ 9ാം ക്ലാസ്സിൽ ശ്രീനാരായണ വിദ്യാലയത്തിൽ പഠിക്കുന്നു. സോ ഞാനിങ്ങനെ ഒരു റോബോട്ടിക്സിനെ ഫീൽഡിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് എസ്ട്രോൺ എന്നാണ്. സോ ദിസ് റോബോട്ട് കുറച്ചുകൂടി ഫെസിലിറ്റേറ്റഡ് ആണ്. അഡ്വാൻസ്ഡ് AI കേപ്പബിലിറ്റീസ് ഉണ്ട്. ആൻഡ് മോർ ഓവർ ഒരു സോളാർ പാനലിലും ചാർജ് ആവുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. മീൻസ് നാച്ചുറൽ റിസോഴ്സബിൾ എനർജീസ്, അതായത് റിന്യൂവബിൾ എനർജി സോഴ്സസ് നമുക്ക് പിന്നെയും അത് ഉണ്ടാക്കിയെടുക്കാം, ജനറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനൊരു സ്പെഷ്യലൈസ്ഡ് ഫീച്ചർ ഇതിനുണ്ട്. പിന്നെ AI ആണ്, അതായത് ഇമോഷൻസ് റീഡ് ചെയ്യാനും അതുപോലത്തെ അൾട്ടിമേറ്റ് സ്കില്ലുകൾ യൂസ് ചെയ്യും. നമ്മൾ ചോദിക്കുന്ന ക്വയറിക്ക് അതിനനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങൾ തരും. പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റുമായിട്ട് അത് ലിങ്ക് ആവുക, അങ്ങനത്തെ കുറേ ഹൈ അഡ്വാൻസ്ഡ് തിയറിറ്റിക്കലിയും പ്രാക്ടിക്കലിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബോട്ടിലുള്ളത്. ആൻഡ് ബോട്ട് വർക്ക് ചെയ്യുന്നത് തന്നെ ഒരു ബാറ്ററി സപ്ലൈ ഉണ്ട്. അതായത് ഈ വരുന്ന സോളാർ ചാർജ്ഡ് ആയ പാർട്ടിക്കിൾസിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസ് ഉണ്ട് അതിൽ. ആൻഡ് ഫേസ് റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. പിന്നെ എന്ന് പറയുന്നത് സെർവർ വഴി ഇതിലേക്ക് വരേണ്ട സിഗ്നലുകൾ ക്യാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ അലക്സ പോലത്തെ സിസ്റ്റംസ് യൂസ് ചെയ്യും. പക്ഷേ നമുക്ക് ടെക്നിക്കലി ഒരു കാര്യം പറയാം, ഇത് വാക്കിംഗ് അലക്സ എന്നൊക്കെ പറയും. തീർച്ചയായും ഇത് വളരെ ഏറ്റവും അങ്ങേയറ്റം കുട്ടികൾക്ക് വേണ്ട രീതിയിൽ എന്തൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും അതൊക്കെ ഞങ്ങൾ ഈ ഒരു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യും എന്ന് ഞങ്ങളിപ്പോൾ തന്നെ ഉറപ്പ് കൊടുക്കുകയാണ്. പ്രിൻസിപ്പൽ ദിനേശൻ കരുവാങ്കണ്ടി, വൈസ് പ്രിൻസിപ്പൽ വി ദീപ, സ്കൂൾ ഡെപ്യൂട്ടി മാനേജർ PM മണിബാബു, സെക്രട്ടറി സുഗ്നേഷ് കുറ്റിയിൽ, PRO രാജേശ്വരി പ്രവീൺ, IT ഇൻസ്ട്രക്ടർ സബിത പ്രചോദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മൊഗേരി കടത്തനാടൻ കല്ല് ശ്രീശൈലത്തിൽ K സുരേഷിന്റെയും സൂര്യയുടെയും മകനാണ് ശരൺലാൽ. സഹോദരി ശരണ്യ.
ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.